കലയുടെ അക്ഷരഖനിയാണ് കേരളം. വിശ്വോത്തരമായ കഥകളി നമ്മുടെ തനത് കലാരൂപമാണെന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ഹസ്തലക്ഷണപ്രകാരമുള്ള മുദ്രകളും അംഗവിന്യാസങ്ങളും കോർത്തിണക്കി താളമേളങ്ങളുടെ അകമ്പടിയോടെ അവതരിപ്പിക്കപ്പെടുന്ന കഥകളി പണ്ഡിതനും പാമരനും ഒരുപോലെ ആസ്വദിക്കത്തക്ക തരത്തിൽ പ്രശസ്ത നർത്തകനും കഥകളി നടനുമായ ഗുരു ഗോപിനാഥിന്റെ ഭാവനയിൽ രൂപം കൊണ്ട കലയാണ് കേരള നടനം. ദക്ഷിണേന്ത്യയിലെ നൃത്ത പാരമ്പര്യത്തെപ്പറ്റി പറയുമ്പോൾ അതിന് സമാന്തരമായി തന്നെ നമുക്ക് നാട്യത്തിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചും ഓർക്കാതിരിക്കാൻ കഴിയുകയില്ല. ശരിക്കു പറഞ്ഞാൽ ഈ പല്ലവ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് നാട്യം അതിൻ്റെ ചിട്ടവട്ടങ്ങൾ ക്രമപ്പെടുത്തുന്നത്. എന്നാൽ പിന്നീട് വന്ന ചോള ഭരണാധികാരികളാണ് നൃത്തത്തിന് വളരെയധികം പ്രാധാന്യം നൽകിയതും നർത്തകികളെ പ്രോത്സാഹിപ്പിച്ചിരുന്നതും. കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്തത് ഈ നാട്യത്തിൻ്റെ പല്ലവ പാരമ്പര്യത്തെയും നൃത്തത്തിൻ്റെ ഈ ചോള പാരമ്പര്യത്തെയും അതിവിദഗ്ധമായി സമന്വയിപ്പിക്കുകയാണ് ചെയ്തത്. ആ സമന്വയമാണ് നമ്മൾ വാസ്തവത്തിലെ കഥകളിയിലും മറ്റും കാണുന്നത്. ആ പാരമ്പര്യത്തെ പിൽക്കാലത്ത് എങ്ങനെയാണ് നമ്മൾ ഏറ്റുവാങ്ങേണ്ടതെന്നും അതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നും സത്യത്തിൽ ഒരു വ്യക്തതയുണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിലാണ് ഗുരു ഗോപിനാഥ് നമ്മുടെ സാംസ്കാരിക രംഗത്തേക്ക് വരുന്നത്. കഥകളി തീർച്ചയായിട്ടും ഒരു മെറ്റഫിസിക്കൽ ആർട്ടാണ്. ലൗകികതയും അലൗകികതയും അതിനകത്തുണ്ട്. അലൗകികതയ്ക്ക് മുൻതൂക്കമുണ്ട്. അങ്ങനെയുള്ള ആ കല അവതരിപ്പിക്കുമ്പോൾ ഒരു ഹ്രസ്വ സമയത്തിൽ അതിൻ്റെ ചൈതന്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഒരുപക്ഷെ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കേരളീയ സമ്പ്രദായത്തിലെ കേരളീയ ജീവിത രീതിക്ക് 20-ാം നൂറ്റാണ്ടിലെ കേരളീയരുടെ ഒരു ആസ്വാദന ബോധത്തെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നൃത്ത സവിശേഷത അവതരിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുകയും അങ്ങനെ അദ്ദേഹം കേരള നടനത്തിലേക്ക് എത്തിച്ചേരുകയുമാണ് ഉണ്ടായത്. കേരള നടനത്തിന് ഇന്ന് അറിയാതെയാണെങ്കിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോരായ്മ, ഇത് കഥകളിയുടെയും അതിനു മുമ്പുള്ള കൂടിയാട്ടത്തിൻ്റെയും കൃഷ്ണാട്ടത്തിൻ്റെയും ഒരു തുടർച്ചയാണ് എന്ന് ചിലരെങ്കിലും മറന്നുപോകുന്നു. അങ്ങനെയല്ല, അതുകൂടി ഉൾക്കൊള്ളണം. അതുപോലെ തന്നെ ഈ ദക്ഷിണേന്ത്യയുടെ നാട്യ പാരമ്പര്യത്തെപ്പറ്റിയും അവരെ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും അറിഞ്ഞിരിക്കണം. കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കാലമായി ലേഖത്തങ്കച്ചിയെ പോലെയുള്ള നൃത്ത അധ്യാപികമാരുടെ സംഭാവനകൾ വഴി അത് ആ തെറ്റിദ്ധാരണയെ മാറ്റിയെടുക്കുവാൻ സാധിച്ചിരിക്കുന്നു. അവിടെയാണ് ഈ കേരള നടനം എന്ന് പറയുന്ന ജൈവകലയുടെ ലിവിങ് ആർട്ട് ഫോമിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം. നിരവധി കലാകാരന്മാർ കേരള നടനത്തിന്റെ പ്രചാരണത്തിനായി തങ്ങളുടേതായ സംഭാവനകൾ നൽകി വരുന്നു. അവരിൽ പ്രമുഖയാണ് ശ്രീ സ്വാതി തിരുനാൾ സംഗീത കോളേജ് നൃത്തവിഭാഗം മുൻ മേധാവിയും പ്രഗത്ഭ നർത്തകിയുമായ പ്രൊഫസർ ലേഖ തങ്കച്ചി. നമസ്തേ മാം. നടനകലാനിധി ഡോക്ടർ ഗുരു ഗോപിനാഥ് 13 വർഷം കഥകളി അഭ്യസിച്ചതിന് ശേഷം കലാമണ്ഡലത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഹനർത്തകിയും അമേരിക്കൻ വനിതയുമായ രാഗിണി ദേവിയുമായി ചേർന്നുകൊണ്ടാണ് അദ്ദേഹം കേരള നടനം എന്ന ഒരു നൃത്ത ശൈലിക്ക് രൂപം കൊടുക്കുന്നത്. അന്നത്തെ കാലത്ത് ചില അമ്പലങ്ങളിലും ഇല്ലങ്ങളിലും മാത്രമാണ് കഥകളി നടത്തിയിരുന്നത്. അപ്പോൾ സാധാരണക്കാരിലേക്ക് അതെത്തിക്കാനോ സാധാരണക്കാർക്ക് ഇത് ആസ്വദിക്കാനോ കാണുന്നതിനോ ഉള്ള അവസരമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഗുരു ഗോപിനാഥ് അതിനെ ലളിതവൽക്കരിച്ച് എല്ലാവർക്കും പഠിക്കത്തക്ക രീതിയിൽ ഒരു നൂതന നൃത്തശൈലിക്ക് രൂപം കൊടുക്കുന്നത്.
നൃത്തം പഠിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ എന്നെ കൊണ്ടുവന്ന് ചേർത്തു. അന്ന് 4 വർഷം ദൈർഘ്യമുള്ള നടനഭൂഷണം ഡിപ്ലോമ കോഴ്സായിരുന്നു. അന്നത്തെ അധ്യാപകർ പ്രൊഫസർ കെ ശങ്കരൻകുട്ടി സാറ്, തൃപ്പൂണിത്തറ പി കെ വിജയഭാനു, സരസ്വതി അമ്മ ടീച്ചർ, സുഭദ്ര അമ്മ ടീച്ചർ. നൃത്തവിഭാഗം അവിടെ ആരംഭിച്ചത് 1957-58 കാലഘട്ടങ്ങളിലാണ്. ഞാൻ അവിടെ പഠിക്കാൻ ചേർന്നത് 67-68 കാലഘട്ടത്തിലാണ്. ഹസ്തലക്ഷണ ദീപിക പ്രകാരമുള്ള മുദ്രകളാണ് നമ്മൾ കേരള നടനത്തിന് ഉപയോഗിക്കുന്നത്. ഹസ്ത പതാകോ മുദ്രാഖ്യ കടകോ മുഷ്ടിരിത്യപി കർത്തരീമുഖ സപ്ഞശ്ച ശുകതുണ്ട കപിത്തഃ ഹംസപക്ഷശ്ച ശിഖരോ ഹംസാസ്യ പുനരഞ്ജലി അർദ്ധചന്ദ്രശ്ച മുകുരോ ഭ്രമര സൂചികാമുഖഃ പല്ലവ ത്രിപതാകശ്ച മൃഗശീർഷാ ഹ്വയസ്തഥ പുനഃസർപ്പശിരസപ്ഞോ വർദ്ധമാനകരിത്യപി അരാള ഊർണനാഭശ്ച മുകുള കടകാമുഖ ചതുർവിംശതിരിത്യേതേ കരശാസ്ത്രജ്ഞ സമ്മതഃ. ഇതാണ് ഹസ്തലക്ഷണ ദീപികയുടെ ശ്ലോകം. കഥകളിയുടെ ചുവടുകൾ തന്നെയാണ് കേരള നടനത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. നാട്യശാസ്ത്ര വിധിപ്രകാരമുള്ള അംഗപ്രത്യംഗ ഉപാംഗ കർമ്മങ്ങളുടെ പ്രയോഗങ്ങളാണ് നമ്മൾ കേരള നടനത്തിന് സ്വീകരിച്ചിരിക്കുന്നത്. ചതുർവിധ അഭിനയങ്ങളിൽ ആഹാര്യ അഭിനയത്തെ, അതായത് കഥകളിക്കുള്ള വലിയ ഉടുത്തുകെട്ട്, മുഖത്ത് പച്ച കുത്തുക, വലിയ കിരീടം, അതൊക്കെ ഒഴിച്ച് നിർത്തിക്കൊണ്ട് ആംഗികം, വാചികം, സാത്വികം എന്നീ 3 അഭിനയ രീതികളും കേരള നടനത്തിന് ഉണ്ട്. കലാശം, സപ്തകലാശം, ആദിതാളത്തിലുള്ള സപ്തകലാശം, പിന്നെ അഷ്ടകലാശം, വലിയ കലാശം, വട്ടമിട്ട് കലാശം, എടുത്ത് കലാശം, ഇടക്കലാശം, അടക്കലാശം എന്നിങ്ങനെ പല കലാശങ്ങൾ പറയുന്നുണ്ട് കഥകളിയിൽ. അത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൽ നിന്നെടുത്ത് നമ്മളിതിനകത്ത് കൂട്ടിച്ചേർക്കാറുണ്ട്. അതുപോലെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ വലിയ കലാശമൊക്കെ പഠിക്കുമ്പോഴത്തേക്കും മർമ്മതാളം. അതും നമുക്ക് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് മർമ്മതാളം. അത് കുറച്ച് വിഷമമേറിയതാണ്, എങ്കിലും മർമ്മതാളവും ഞങ്ങൾ കേരള നടനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. കേരള നടനത്തിനും സമ്പ്രദായമുണ്ട്. ആദ്യം ഈ പറഞ്ഞ പോലെ തന്നെ പുഷ്പാഞ്ജലി. അപ്പോൾ നമ്മൾ രംഗപൂജ എന്നതിന് പറയാം. വിളക്കും തട്ടവും ഒക്കെ ആയിട്ടാണ് നമ്മൾ പണ്ട് മുതലേ കളിച്ചു വരുന്നത്. നമ്മുടെ ആ ശൈലികൾക്കൊന്നും നമ്മൾ മാറ്റം വരുത്തിയിട്ടില്ല. നമുക്കിഷ്ടമുള്ള ഒരു പാട്ടെടുത്ത് ഗണപതി സ്തുതിയോ സരസ്വതി സ്തുതിയോ ശിവസ്തുതിയോ ഏതെങ്കിലും നമ്മളൊരു പാട്ടെടുത്തിട്ട് തട്ടവും വിളക്കുമായിട്ട് വരുന്ന രംഗപൂജ നടത്തുന്നു. അത് കഴിഞ്ഞിട്ടൊരു സ്വരജതി നമുക്ക് ചെയ്യാം. ആനന്ദഭൈരവിയോ ഏത് വേണമെങ്കിലും നമുക്കൊരു സ്വരജതി ഉൾപ്പെടുത്താം. വേഷത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഗുരുജി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇന്നും നമ്മൾ അനുവർത്തിച്ച് പോരുന്നുണ്ട്. അതായത് രാധാമാധവം, അല്ലെങ്കിൽ ശിവപാർവതി നൃത്തം, അല്ലെങ്കിൽ ഭസ്മാസുര മോഹിനി, ഈ കഥാപാത്രങ്ങളെയെല്ലാം നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അതാത് കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായ വേഷവിധാനമാണ് നമ്മൾ അന്നും ഇന്നും സ്വീകരിക്കുന്നത്. അതിന് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. പ്രൊഫസർ ലേഖ തങ്കച്ചി ഉൾപ്പെടെ സ്വാതി തിരുനാൾ സംഗീത കോളേജിലെ അക്കാലത്തെ അധ്യാപകരുടെയും ശ്രീ ഗുരുഗോപിനാഥ് ട്രസ്റ്റിന്റെയും ശ്രമഫലമായി ഏഷ്യയിലെ ഏറ്റവും ശ്രദ്ധേയമായ കൗമാര കലാമേളയായ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ മത്സരങ്ങളിലൊന്നായി 1998 മുതൽ ഉൾപ്പെടുത്തിയതോടെ ഈ ശ്രേഷ്ഠ കലാരൂപത്തിനുണ്ടായ നവോന്മേഷം അത്ഭുതാവഹമാണ്. ഈ കേരള നടനം ജനം മുഴുവനും അറിഞ്ഞത് യുവജനോത്സവ വേദിയിൽ ഇത് കൊണ്ടുവന്നപ്പോഴാണ്. അതിനു വേണ്ടിയിട്ട് ഗുരുഗോപിനാഥിൻ്റെ അനന്തരവൻ കൂടിയായ ശ്രീ കങ്ങഴ ചെല്ലപ്പൻ നായർ സാറ് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു. ഞങ്ങളെ കോളേജിൽ വന്ന് ഞങ്ങളെല്ലാം കാണുകയും ഞങ്ങളെല്ലാം അതിൽ അംഗങ്ങളാകുകയും ചെയ്തു. കേരള നടനത്തിന്റെ പ്രചാരണത്തിനായി തന്റെ ജീവിതം തന്നെ മാറ്റിവെച്ചിരിക്കുകയാണ് ഗുരുഗോപിനാഥ് ട്രസ്റ്റ് സെക്രട്ടറി ശ്രീ
കങ്ങഴ ചെല്ലപ്പൻ നായർ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വേറിട്ടതും ഏറെ പ്രശംസനീയവുമാണ്. ഞങ്ങൾ കേരളത്തിൽ എല്ലാ ജില്ലകളിലും ട്രസ്റ്റിൻ്റെ കീഴിൽ ഒരു ശില്പശാല നടത്തി വരുന്നു. ഏകദേശം ഒരു 30-35 ശില്പശാലയോളം നടത്തിയിട്ടുണ്ട്. ഗുരുജിയുടെ ആദ്യകാല ശിഷ്യരിൽ ഒരാളായ കോട്ടയം ഭവാനി ടീച്ചർ ഉൾപ്പെടെ ഒരു ടീമാണ് ഞാൻ, വിനയചന്ദ്രൻ, ഞങ്ങൾ എല്ലാവരും ഗുരുജിയുടെ ശിഷ്യ ഒരു പങ്കജവല്ലി എല്ലാവരും ചേർന്നാണ് ഏറെക്കുറെ ജില്ലകളിൽ ശില്പശാല നടത്താൻ പോയിട്ടുള്ളത്. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഭരതനാട്യം, മോഹിനിയാട്ടം തുടങ്ങിയ നൃത്തകലകളിൽ പ്രാവീണ്യം സിദ്ധിച്ച അധ്യാപകരാണ് കേരള നടനവും അഭ്യസിപ്പിച്ചു വരുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ രംഗത്തെ നവാഗതർക്ക് വേണ്ടുന്ന പരിശീലനവും ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമാണ്. എല്ലാ ആളുകളും കേരള നടനം പഠിച്ചിട്ടില്ല. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി തുടങ്ങിയ നൃത്ത അധ്യാപകരാണ് ഇപ്പോൾ കേരള നടനം പഠിപ്പിക്കുന്നത്. അവർക്കത് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ശില്പശാല വെച്ചിരിക്കുന്നത്. കുറേ അധ്യാപകർ കേരള നടനം അതിലൂടെ പഠിച്ചു. കേരളത്തിലുള്ള നൃത്തം അഭ്യസിക്കുന്ന കുട്ടികളെല്ലാം കേരള നടനം പഠിച്ചു വരുന്നു. 1932 പിറവിയെടുത്ത കേരള നടനം ഭാരതത്തിന്റെ ശാസ്ത്രീയ നൃത്ത ഇനങ്ങളിലൊന്നായി അംഗീകരിക്കപ്പെടുന്ന കാലം വിദൂരമല്ല എന്ന ശുഭാപ്തി വിശ്വാസം കേരള നടനത്തെ സ്നേഹിക്കുന്നവരുടെ പ്രതീക്ഷയാണ്. ഇപ്പോൾ 8 നൃത്തരൂപങ്ങളാണ് കേന്ദ്രം അംഗീകരിച്ചിട്ടുള്ളത്. കേരള നടനം തികച്ചും ശാസ്ത്രീയമായ നൃത്ത ഇനം തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് തീർച്ചയായിട്ടും പരിശ്രമിക്കും. അതിൽ കൊണ്ടുവന്നെത്തിക്കും എന്ന് തന്നെയാണ്. ഞാനല്ലെങ്കിൽ എൻ്റെ അടുത്ത തലമുറക്കാർ. കാരണം ഇപ്പോൾ ഇത് BA MA തലത്തിൽ പഠിച്ച് 4-5 വർഷം എടുത്താണ് റിസർച്ച് ചെയ്ത് PhD വരെ എടുത്തു തുടങ്ങിയിട്ടുണ്ട് സംഗീത കോളേജിലെ കുട്ടികൾ. അപ്പോൾ അതിൻ്റെ അടുത്ത നടപടിയിലേക്ക് അവർ തന്നെ കടന്നുകൊള്ളും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 1932 അദ്ദേഹം ഇത് തുടങ്ങിയത്. 100 വർഷം കഴിയുമ്പോൾ ഇത് ശാസ്ത്രീയ നൃത്ത രൂപത്തിൽ അംഗീകരിക്കപ്പെടും. അതിനു വേണ്ടിയിട്ടും ശ്രമിക്കുന്നുണ്ട്. ആത്മാർത്ഥതയും അർപ്പണബോധവും സൗമ്യ സമീപനങ്ങളുമായി അടുക്കുന്നവരുടെ എല്ലാം മനസ്സിൽ ഇടം നേടിയ നല്ലൊരു സുഹൃത്ത്, നല്ലൊരു കലാകാരി എല്ലാമാണ് ലേഖ ടീച്ചർ. കേരള നടനം എന്ന നൃത്തരൂപത്തെ ഒരു ലളിത കോമള നടനമാക്കി അടിസ്ഥാന തത്വങ്ങളിൽ നിന്നും അല്പം പോലും വ്യതിചലിക്കാതെ ഒരു ശാസ്ത്രീയ നൃത്തമായി തന്നെ ജനഹൃദയങ്ങളിൽ എത്തിക്കുന്നതിൽ ലേഖ ടീച്ചർ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. ഈ സമയത്തും ലേഖ ടീച്ചർ വളർന്നുകൊണ്ടിരിക്കുകയാണ്, കർമ്മനിരതയാണ്. ലേഖ ടീച്ചറിന് എല്ലാ നന്മകളും ആയുരാരോഗ്യ സൗഖ്യവും നേരുകയാണ്. ഇവിടെ അടുത്ത് തന്നെ സുദർശന കലാക്ഷേത്രം എന്നൊരു സ്ഥാപനം ഞാൻ നടത്തുന്നുണ്ട്. ധാരാളം കുട്ടികൾ പഠിക്കാനുണ്ട്. എൻ്റെ പേര് രാജേഷ്. ഞാനിപ്പം കേരള നടനം പഠിക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 വർഷത്തോളം ആയിട്ടുണ്ടാവും. ഒരു ഡാൻസ് അധ്യാപകനും കൂടാണ് ഞാൻ. ഒരു ഡാൻസ് അധ്യാപകൻ എന്നുള്ള നിലയിലും ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള നിലയിലും ടീച്ചർ ശരിക്കും ഞങ്ങളുടെ ഭാഗ്യം. കാരണം ഒരു നല്ല വ്യക്തിത്വത്തിനുടമ. വളരെ സന്തോഷം ടീച്ചർക്ക് പഠിക്കാൻ പറ്റിയതിൽ. ഞാൻ ഒരു വീട്ടമ്മയാണ്. എൻ്റെ വലിയ ഭാഗ്യമാണ് ടീച്ചറിനെ തന്നെ എനിക്ക് ആദ്യ ഗുരുവായി തന്നെ കിട്ടിയത്. അതിൽ ഭയങ്കര അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഞാൻ മാക്സിമം ടീച്ചറിൻ്റെ ഒരു ക്ലാസ് മിസ് ചെയ്യാറില്ല. അത്രയ്ക്കൊരു അമ്മയെ പോലെയാണ് ടീച്ചർ. ഞാനും ടീച്ചറിൻ്റെ സീനിയർ ബാച്ചിലെ ഒരു സ്റ്റുഡൻ്റാണ്. ടീച്ചർ കേരള നടനം പഠിപ്പിക്കുന്നത് ലാഭേച്ഛയോടുകൂടിയല്ല, പകരം ആ കേരള നടനം എന്ന ആ ഒരു കലയോടുള്ള വളരെയധികം സ്നേഹം ഉൾക്കൊണ്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പം ഞങ്ങൾ പഠിക്കുന്നത് കേരള നടനം മാത്രമല്ല, ആ ഒരു കലയോടുള്ള ആ ഒരു സ്നേഹം കൂടിയാണ്. അപ്പോൾ ഇത്രയും പ്രാഗൽഭ്യമുള്ളൊരു വ്യക്തിയായിരുന്നിട്ട് കൂടി വളരെ സൗമ്യമായിട്ട് വളരെ ക്ഷമയോടെ ഞങ്ങൾ ഇതുവരെ ഡാൻസ് പഠിക്കാത്ത ഞങ്ങളെ വളരെ അധികം ക്ഷമയോടെ പഠിപ്പിക്കുന്ന ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് ഇതൊക്കെ പഠിക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. നൃത്തരംഗത്തേക്ക് കടന്നു വരുവാനും ഈ പ്രായത്തിലും കേരള നടനത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്കായി ജീവിതത്തിൽ അധിക സമയവും വിനിയോഗിക്കുവാനും ഈ കലാകാരിക്ക് കഴിയുന്നത് തൻ്റെ കുടുംബവും ബന്ധുമിത്രാദികളും അഭ്യുദയകാംക്ഷികളും നൽകി വരുന്ന അകമഴിഞ്ഞ പ്രോത്സാഹനവും സഹകരണവും കൊണ്ടുതന്നെയാണ്. ലേഖ ചേച്ചി ഞങ്ങളുടെ വീട്ടിലെ മൂത്ത സഹോദരൻ്റെ ഭാര്യയാണ്. അതുല്യ കലാകാരി, ഞങ്ങളുടെ വീടിൻ്റെ സമ്പത്താണ്.
കേരള നടനത്തിന് വേണ്ടി വളരെ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ളൊരു കലാകാരിയാണ്. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായാലും അതെല്ലാം അതിജീവിച്ച് ഇപ്പോഴും ഈ വയസ്സിലും അതിനുവേണ്ടി ത്യാഗം സഹിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോഴെനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതായത് 2002 എനിക്ക് ആർത്രൈറ്റിക്സിൻ്റെ അസുഖം ഉണ്ടായി. അതിനെ തുടർന്ന് എനിക്ക് ഹസ്തിക്കൊക്കെ തേയ്മാനം ഉണ്ടായി. ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ടി വന്നു. മുട്ടിന് ഒരു സർജറി ചെയ്യേണ്ടി വന്നു. ഇതെല്ലാം ആണെങ്കിലും എൻ്റെ മനസ്സ് ഇന്നും എനിക്ക് നൃത്തത്തിനോടുള്ള ഒരു അഭിനിവേശം, ഒരാഗ്രഹം, അല്ലെങ്കിൽ എൻ്റെ വിഷയം എനിക്ക് പ്രചരിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇതിൽ നിൽക്കുന്നത്. എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് ശ്രീ രാജ്മോഹൻ, എനിക്കൊരു മകനുണ്ട് സമീർ മോഹൻ, IT മേഖലയിലാണ്. മരുമകൾ ചിത്ര, ഒരു കൊച്ചുമോളുണ്ട് ഇന്ദുലേഖ. കലാരംഗത്തെ നിസ്തുല സേവനങ്ങൾ മുൻനിർത്തി ഒട്ടേറെ പുരസ്കാരങ്ങൾ പ്രൊഫസർ ലേഖ തങ്കച്ചിക്ക് ലഭിച്ചിട്ടുണ്ട്. കേരള നടനത്തിന് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ പുരസ്കാരം കലാദർപ്പണം അവാർഡാണ്. അതിനുശേഷം 2008 സ്റ്റേറ്റ് അവാർഡ് കിട്ടി. ഡൽഹി പഞ്ചവാദ്യ ട്രസ്റ്റിൻ്റെ ഒരു പുരസ്കാരം കിട്ടി. മട്ടന്നൂർ ശങ്കരൻകുട്ടി ആശാനാണ് അതെനിക്ക് തന്നത്. പിന്നെ കലാമണ്ഡലം കല്യാണിക്കുട്ടി അമ്മ ടീച്ചറിൻ്റെ പേരിൽ ഒരു അവാർഡ് ഈയിടെ കിട്ടി. അങ്ങനെ നിരവധി അംഗീകാരങ്ങൾ കേരള നടനത്തിൻ്റെ പ്രവർത്തനത്തിനായി എനിക്ക് കിട്ടിയിട്ടുണ്ട്. കേരള നടനത്തിൽ എൻ്റെ ഗുരുക്കന്മാരെല്ലാം, എൻ്റെ ശങ്കരൻകുട്ടി സാർ, വിജയഭാനു സാർ, സരസ്വതി ടീച്ചർ, സുഭദ്ര ടീച്ചർ, എന്നോടൊപ്പം ജോലിയിൽ നിന്ന സുന്ദരേശ്വരി ടീച്ചർ, ഇവരെല്ലാവരും മൺമറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഈ വയ്യാഴികകളെല്ലാം മറന്നു വെച്ചുകൊണ്ട് ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങി പ്രവർത്തിക്കുന്നത്. ഭാരതീയ നൃത്തകലാ പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ഗുരുപരമ്പരകൾ തെളിച്ച പാതയിലൂടെ കേരളത്തിന്റെ തനതായ കലാപാരമ്പര്യം നിലനിർത്തുവാനും കേരള നടനം എന്ന കലാരൂപത്തെ വരും തലമുറയ്ക്ക് പകർന്നു നൽകുവാനും പ്രൊഫസർ ലേഖ തങ്കച്ചി നടത്തിവരുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. കരുണ